സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലിഭാരവും മാനേജ്മെന്റ് ചൂഷണവും പതിവ് പരാതികളായിരുന്നിട്ടും തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടില്ല എന്നതിന് ഒരു രക്തസാക്ഷി കൂടി. അമിത ജോലിഭാരം കാരണം കുഴഞ്ഞു വീണു മരിച്ച ചാർട്ടേഡ് അക്കൗണ്ടന്റായ അന്ന സെബാസ്റ്റ്യൻ എന്ന മലയാളി യുവതി അടയാളപ്പെടുത്തുന്നത് രാജ്യത്തെ സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളെയാണ്. യുവ പ്രൊഫഷണലുകളുടെ അമിത ജോലിഭാരവും ദൈർഘ്യമേറിയ ജോലി സമയവും അന്നയുടെ മരണത്തിന് മുന്നേ തന്നെ ഇന്ത്യയിൽ ഏറെക്കാലമായി ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച് 4 മാസത്തിനുള്ളിൽ ജീവൻ നഷ്ടമായ അന്നയുടെ മരണത്തിലൂടെ വെളിപ്പെടുന്നത് കോർപ്പറേറ്റ് മേഖലയിൽ നിലനിൽക്കുന്ന ടോക്സിക് വർക്ക് കൾച്ചറിന്റെ ഭീകരതയാണ്. അന്നയെക്കുറിച്ച് അമ്മ അനിത അഗസ്റ്റിൻ കുറിച്ച വരികൾ ആ ചെറുപ്പക്കാരി കടന്നുപോയ സംഘർഷങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നു. തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് ജോലിക്കാരെ തള്ളിവിടുന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉറക്കമില്ലാതെയും ഭക്ഷണം കഴിക്കാതെയും ജോലി ചെയ്തതാണ് മകളുടെ ആരോഗ്യസ്ഥിതി മോശമാക്കിയതെന്ന് അന്നയുടെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ജോലിയുടെ സ്വഭാവം, ലക്ഷ്യം, നേട്ടങ്ങൾ, രാത്രി ഷിഫ്റ്റ്, അമിത ജോലിഭാരം എന്നിവ കാരണം IT പ്രൊഫഷണലുകൾക്കാണ് തൊഴിൽ സമ്മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപിഡീമിയ, അമിതവണ്ണം, വിഷാദം തുടങ്ങിയവയാണ് ജോലിഭാരം കൂടുന്നത് കാരണമുണ്ടാകുന്ന രോഗങ്ങളെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസും ഡിജിറ്റൽ ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ മെഡിബഡിയും ചേർന്ന് ജൂലൈയിൽ പുറത്തിറക്കിയ സംയുക്ത റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏകദേശം 62% പേർ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും ക്ഷീണവും അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ തൊഴിൽ സമ്മർദ്ദത്തിന് ഇരയാകുന്നതെന്നും പഠനങ്ങൾ പറയുന്നു. ഓൺലൈൻ കൗൺസിലിംഗ് സ്ഥാപനമായ യുവർദോസ് ഇന്ത്യയിലെ ഏകദേശം 5000-ലധികം പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി നടത്തിയ ഇമോഷണൽ വെൽനസ് സ്റ്റേറ്റ് ഓഫ് എംപ്ലോയീസ് എന്ന പഠനം ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. 72.2% സ്ത്രീകളും ഉയർന്ന സമ്മർദ്ദത്തിലാണെന്ന ആശങ്കാജനകമായ വിവരമാണ് റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നത്. പുരുഷന്മാരിൽ 53.64% പേരാണ് ഉയർന്ന സമ്മർദ്ദം അനുഭവിക്കുന്നതായി പഠനം കണ്ടെത്തിയത്. 2021 മെയ് 17-ന് ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് പ്രസിദ്ധീകരിച്ച പഠനത്തിലെ കണക്കുകൾ ലോകമെമ്പാടുമുള്ള 488 ദശലക്ഷം ആളുകൾക്ക് ദൈർഘ്യമേറിയ ജോലി സമയമുണ്ട് എന്നാണ്. ആഴ്ചയിൽ 55 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തതു കാരണം 7,45,000-ലധികം ആളുകൾ ഹൃദ്രോഗവും പക്ഷാഘാതവും മൂലം മരണപ്പെട്ടതായും പറയുന്നു. 2016-ലെ മാത്രം കണക്കാണിത്. ആഴ്ചയിൽ 55 മണിക്കൂറോ അതിൽ കൂടുതലോ ഉള്ള ജോലി സമയമാണ് ദൈർഘ്യമേറിയ ജോലി സമയമായി റിപ്പോർട്ട് നിർവചിച്ചിരിക്കുന്നത്. പ്രമുഖ മെഡിക്കൽ ജേർണലായ ദി ലാൻസെറ്റ് അമിത ജോലി മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതായി തെളിയിക്കുന്ന നിരവധി പഠനങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ തെളിവുകൾ നിലനിൽക്കെയാണ് ഇൻഫോസിസ് സ്ഥാപകൻ നാരായണ മൂർത്തിയുടെ ജോലി സമയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പുറത്തുവരുന്നത്. രാഷ്ട്രത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കുന്നതിനും ഇന്ത്യൻ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തെ യുവജനങ്ങൾ ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യണമെന്നായിരുന്നു നാരായണമൂർത്തി പറഞ്ഞത്. IT മേഖലയിലെ ജോലി സമയം 14 മണിക്കൂറായി വർദ്ധിപ്പിക്കാനുള്ള കർണാടക സർക്കാരിന്റെ നിർദ്ദേശം വരുന്നത് അതിനുശേഷമാണ്. പരമാവധി 14 മണിക്കൂർ എന്ന നിലയിൽ 3 മാസത്തേക്ക് 125 മണിക്കൂർ തൊഴിൽ സമയം എന്നതാണ് IT കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ നിർദ്ദേശം. IT എംപ്ലോയീസ് യൂണിയൻ ഈ നിർദ്ദേശത്തിനെതിരെ സമരവുമായി രംഗത്ത് വന്നിരുന്നു. രാജ്യത്ത് തൊഴിൽ അന്തരീക്ഷം കൂടുതൽ മോശമാവുന്നതിന് തെളിവാണ് ഈ സംഭവം. ഇതിനിടെ അന്ന സെബാസ്റ്റ്യൻ മരിച്ച സംഭവത്തിൽ eBay കമ്പനിയെ പ്രതിരോധത്തിലാക്കി മറ്റൊരു ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. ആഭ്യന്തര സമിതിക്ക് പരാതി നൽകിയാൽ പ്രതികാര നടപടി സ്വീകരിക്കുന്ന രീതിയാണ് കമ്പനിയുടേതെന്ന് ജീവനക്കാരി നസീറ കാസിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിൽ സമ്മർദ്ദം eBay കമ്പനിയിലെ സ്ഥിരം സംഭവമാണെന്നും ഇനിയൊരു അന്ന ഉണ്ടാകും മുമ്പ് നടപടി വേണമെന്നും ഈ ജീവനക്കാരി ആവശ്യപ്പെടുന്നുണ്ട്. അന്നയുടെ മരണത്തിൽ പ്രതിഷേധം ശക്തമായതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. രാജ്യത്തെ തൊഴിലാളികൾക്ക് നിയമപരിരക്ഷ ഏർപ്പെടുത്തുക വഴി മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. ജോലി സമയം അന്യായമായി വർദ്ധിപ്പിക്കുന്നതും ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാത്തതുമായ സംഭവങ്ങൾ കൂടി വരുന്നത് നിയമത്തിന്റെ അപര്യാപ്തതയാണ് ബോധ്യപ്പെടുത്തുന്നത്. പൊതുമേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് തുല്യമായ അവകാശങ്ങളും മാന്യമായ വരുമാനവും ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നിരവധി നിയമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ കോർപ്പറേറ്റ് മേഖലയും അസംഘടിത തൊഴിൽ മേഖലയും ഇപ്പോഴും ഈ നിയമങ്ങൾക്ക് പുറത്താണ്. ആ മേഖലയിലെ തൊഴിലാളികളുടെയും അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതവും ആരോഗ്യകരവുമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കപ്പെടുകയും വേണം. ജോലിക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരെ അഭിനന്ദിക്കുകയും അങ്ങനെ ചെയ്യുന്നതാണ് ഉന്നതമായ ജീവിത ലക്ഷ്യമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടോക്സിക് പോസിറ്റിവിറ്റി കോർപ്പറേറ്റ് മേഖലയിൽ വ്യാപകമാണ്. നിയമപരമായും സാംസ്കാരികമായും അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന്
അന്ന സെബാസ്റ്റ്യന്റെ രക്തസാക്ഷിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.